ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Q&A ആണ് ഗൈസ്. ഒത്തിരി നാൾ കൊണ്ട് കുറേ പേര് Q&A ഇട്ടില്ലേ, Q&A ഇടുന്നില്ലേ, Q&A എടുത്തില്ലേ എന്ന് പറഞ്ഞിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അതിനുള്ള റിപ്ലൈ എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒന്നാമത്തെ കാര്യം വയ്യായിരുന്നു, അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനും മടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒറ്റൊരു കാരണം കൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാൻ താമസിച്ചത്. ഇനി ഞാൻ എന്തായാലും സ്പീഡിൽ തന്നെ എല്ലാ വീഡിയോസും ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഇവിടെ ഒരു ബുക്കിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളും. അതുപോലെ തന്നെ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതെല്ലാമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ. അതിൻ്റെ പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അതിനകത്തുള്ള ഡൗട്ടെല്ലാം തീർന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ വന്ന് പറയാം. ഞാൻ അപ്പം എൻ്റെ റിസൾട്ട്, അതായത് 15-ാം തീയതി എൻ്റെ റിസൾട്ട് വരും. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേറൊരു Q&A കൂടി ഇടുന്നുണ്ട്. അപ്പം നമുക്ക് ഇപ്പോൾ ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് തീർക്കാം. താത്തയുടെ വീഡിയോസ് എന്താ ഇടാത്തതെന്ന് ചോദിച്ചാണ്. ലാഫിംഗ് ഗ്ലേസർ എന്ന് പറയുന്നത് ഇതിനകത്ത് ഞാൻ ബുക്കിനകത്ത് എഴുതി വെച്ചിരുന്നുണ്ട്. അക്കൗണ്ടിൻ്റെ പേരൊന്നും അങ്ങനെ എഴുതി വെച്ചിട്ടില്ല, പക്ഷേ ഇതിനൊരു ഓർമ്മ വെച്ചാണ് ഞാൻ അങ്ങനെ ഇതാക്കുന്നത്. അപ്പം താത്തയുടെ വീഡിയോസ് എന്താ ഇടാത്തതെന്ന് വെച്ചാൽ, എനിക്ക് പനിയായിരുന്നു, അതുപോലെ വൈറൽ ഫീവർ ആൻഡ് വൊമിറ്റിങ്ങും വയറുവേദനയൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒക്കെ ഇടാൻ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, മടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതാകാൻ. രണ്ടാമത്തെ കാര്യം, അത് തന്നെ ചോദിച്ചേക്കാണ് ലവ് ഉണ്ടോയെന്ന്. ലവ് ഇല്ല, എനിക്ക് താല്പര്യമില്ല, എനിക്ക് വേണ്ട ഇനി. അതുകൊണ്ട് എനിക്ക് വേണ്ട, ഞാൻ അതേക്കുറിച്ച് സംസാരിക്കാൻ പോലും താല്പര്യമില്ല. ഡ്രീം കാറ് എൻ്റെ BMW ആണ്. അതിന് യഥാർത്ഥത്തിൽ ഒരു കഥയുണ്ടെന്ന് തന്നെ പറയാം. അതൊരു 2-3-4 വർഷത്തിന് മുമ്പ് ഈ വീടല്ല, ഈ വീടിന് ഞങ്ങളുടെ പഴയ വീട്. അപ്പം ആ വീട്ടിൽ വെച്ച് ഞങ്ങളുടെ ഒരു മേളത്തൊരു വീടുണ്ട്. ആ വീട്ടിൽ വെച്ച് ഞാൻ ഒരു സ്വപ്നം കണ്ടു. അതായത് മൊത്തം BMW, കാറ്, അതായത് ഡ്രസ്സ്, വീട് എല്ലാം BMW. അതിന് കഥ വേണം നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. അപ്പം അതാണ്, അതുകൊണ്ട് എനിക്ക് അന്ന് തൊട്ട് ഇഷ്ടമാണ് BMW. അപ്പം അതാണ്. പിന്നെ ഏജ് വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 2/3/2010. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ 16 വയസ്സാണുള്ളത്. പിന്നെയും വേറൊരു അക്കൗണ്ടിൽ നിന്ന് വെച്ചേക്കുന്നത് ലവ് ഉണ്ടോയെന്ന്. എനിക്ക് ലവ് ഇല്ല. പ്ലേസ് എവിടെയാണെന്ന് വെച്ചാൽ പത്തനംതിട്ട കോന്നി എന്ന് പറയുന്ന സ്ഥലത്ത്, വട്ടക്കാവ് എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അപ്പോൾ അവിടെയാണ് എൻ്റെ സ്ഥലം. സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആടെ സുഖമാണ്, പക്ഷെ അത് നല്ലപോലെ പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്, നല്ലതായിട്ട് സുഖമായിട്ട് പോകുന്നു. പിന്നെ ക്ലാസ് എത്രയാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ 10 കഴിഞ്ഞിപ്പം ഈ മെയ് 15-ാം തീയതി റിസൾട്ട് വരും. 10ാം ക്ലാസ്സിൽ എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പം റിസൾട്ട് വരും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ +1 കയറുകയാണ്. ഇനി +1 വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുന്നത്. വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ, അച്ഛൻ, അനിയൻ, അമ്മ. ഈ എല്ലാവരും ഞാൻ അത്ത എന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങളുടെ ഇവിടെയൊക്കെ അത്ത എന്നാണ് വിളിക്കുന്നത്. എല്ലാവരും ചോദിക്കും അച്ഛൻ എന്തി. അപ്പം ഞങ്ങളൊക്കെ ഇവിടെ വിളിക്കുന്നത്, അച്ഛനെ വിളിക്കുന്നത് അത്ത എന്നാണ്. അപ്പം എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ടോ. കരണ്ട് പോയിട്ട് മതിയാ, സീരീസ് വെച്ചിട്ടപ്പോൾ അങ്ങനെ പോയതാണ് ഗൈസ്. അപ്പം അതെന്താണ് എനിക്ക് ചോദിച്ചതെന്ന് അറിയത്തില്ല. SSLC റിസൾട്ട് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ഇടാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹൗ ഇൻസ്പയർഡ് ടു സ്റ്റാർട്ട് ചാനൽ. അതായത് എനിക്ക് കുഞ്ഞിലേ മുതലൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതായത് ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങണം, എല്ലാവരുടെയും കൂട്ടി ഇങ്ങനെ തുടങ്ങണം, അങ്ങനെ ഒരു തിരിച്ച് ഞാൻ തുടങ്ങിയതാണ്. അല്ലാതെ വേറെ ഒരു ഇതും ഇല്ല. എനിക്കത് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന്. അതേപോലെ ഞാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ 1.75K വരെ ആയിട്ടുണ്ട്. ഇനിയും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ബിഗ്ഗസ്റ്റ് ഫിയർ എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞ വീടില്ല, ആ വീട്ടിൽ വെച്ച് ഞങ്ങൾക്ക് 3 കഥവ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കഥവിൻ്റെ അവിടെ, അതായത് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ കഥവിൻ്റെ അവിടെ വെച്ച് ഞങ്ങൾ അത്ത മീൻ കച്ചവടമാണ്. അപ്പം മീൻ കച്ചവടത്തിനകത്ത് പോകുന്ന സമയം, അതായത് 2 മണി ടൈമൊക്കെ ആയപ്പം പോകുന്ന സമയമാണ്. അപ്പം ഞാനും അനിയനും അമ്മായും മാത്രമേ ഉള്ളൂ.
ആ സമയത്ത് ഞങ്ങളിങ്ങനെ കിടക്കുന്ന സമയത്ത് ഈ വെളിയിൽ കൂടെ, അതായത് കതവിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ചിലങ്ക നടന്നു പോകുന്ന സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ അതാണ് എൻ്റെ വലിയ പേടി. എൻ്റെ തക്കടു കണ്ടോ, ഇത് ഒരു കാര്യം കണ്ടോ, ഇതിന് നമ്മളിപ്പോൾ ഇവിടെ അങ്ങ് കിടത്തുവേ, അതേപോലെ അങ്ങ് കിടന്നോളും, പിന്നെ നിൽക്കത്തില്ല. ഈ കിടന്നോളൂ ഇവിടെ നേരണ്ട, ഇവിടെ ഇങ്ങനെ കിടന്നുറങ്ങിക്കോളും. കിടന്നു ഇങ്ങനെ തല വെച്ചും കിടക്കുവേ, ചില സമയങ്ങളിൽ അങ്ങ് ഉറങ്ങും. നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് പോകാം വയസ്സ്. ഇതിനെ താത്ത് വെക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇരിക്കൂല, ഇതിനെ തള്ള വരുത്തില്ല എടുക്കാൻ. പോകുന്നുണ്ടോ? അവിടെ ഇരിക്കുകയോ പോയി? അവിടെ കിടന്നോട്ടെ, അത് കിടക്കും ഗൈസ്, ഉണ്ടോ അവിടെ കിടന്നോ. പിന്നെ ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഫേവറേറ്റ് മോട്ടിവേഷനാണ് ഗൈസ്. ഫേവറേറ്റ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു. എനിക്ക് ആരുടെയും മോട്ടിവേഷൻ്റെ ആവശ്യമില്ല. എനിക്കറിയാം ഞാൻ എന്താണെന്നുള്ളത് എനിക്ക് അറിയാം. അപ്പം ഞാൻ മറ്റുള്ളവരെ വിശ്വസിച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ കൂടെ ഞാൻ നിൽക്കുന്നതാണ് എനിക്ക് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ അതുകൊണ്ട് വേറെ ആരുടെയും കാര്യം കേൾക്കാനോ എടുക്കാനോ പോകുന്നില്ല. എനിക്ക് എന്ത് ശരിയാണെന്ന് തോന്നുന്നു അതേ ഞാൻ ശരിയായിട്ട് എടുക്കത്തുള്ളൂ. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് ഇനിയും പിടിച്ച് കയറാൻ ഒരിക്കലും ഞാൻ നിൽക്കുന്നില്ല, അതിനാഗ്രഹിക്കുന്നുമില്ല. ഇനിയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ച് ഒരു ജോലി വാങ്ങിച്ച് എൻ്റെ സ്വന്തം കാര്യം നിന്ന് കഴിഞ്ഞ് എൻ്റെ വീട്ടുകാരെ നോക്കണം. അവർ ഒരു കാര്യത്തിനും ഈ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. ഒരു കാര്യത്തിനും, എൻ്റെ കല്യാണം ആയിക്കോട്ടെ, എൻ്റെ ബാക്കിയുള്ള കാര്യം ആയിക്കോട്ടെ, എന്ത് കാര്യമായാലും എനിക്ക് എൻ്റെ സ്വന്തം, എന്നെ പഠിപ്പിക്കുന്നത് വരെയാണ്. എനിക്ക് ഏകദേശം എനിക്കൊരു ജോബ് കിട്ടിക്കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടി എനിക്ക് എൻ്റെ സ്വന്തമായിട്ടുള്ള കാര്യം നോക്കണം എനിക്കൊരു വലിയൊരു ആഗ്രഹമാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് വേറെ ആരുടെയും മോട്ടിവേഷൻ വേണ്ട. എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് മോട്ടിവേഷൻ ഉണ്ട്. അത് എനിക്കറിയാം ഞാൻ ആരാണെന്ന് ഉള്ള കാര്യം എനിക്കറിയാം. അപ്പം എനിക്ക് അതിൽ കൂടുതൽ വേറെ ഒന്നും ഇതിനാവശ്യമില്ല. അപ്പം ഇതൊക്കെ ഉള്ള ക്യുവാനി എന്ന് പറയുന്നത്. പിന്നെ ഇനി പുതിയതായിട്ട് കുറേ കൊച്ചു കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്, കുറേ പേര്. അപ്പോൾ അവരൊക്കെ ഇത്രയും സ്നേഹിക്കുന്ന കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ, എന്നെ ഇത്രയും കൂടെ കൂട്ടുന്നതിനെല്ലാം. അതുപോലെ തന്നെ രഹന എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്, ഷിഫ എന്ന് പറയുന്ന കുട്ടിയുണ്ട്. എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. ഇവർ മാത്രമല്ല കുറേ പേരുണ്ട്. അപ്പം എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, അതുപോലെ തന്നെ കുറേ പേരുണ്ട്. എല്ലാവരുടെ അടുത്തും ഡാൻസ് ഉണ്ട്. അതുപോലെ അജീന എന്ന് പറയുന്ന കുറേ പേരുണ്ട്. അങ്ങനെ എല്ലാവരും ഉണ്ട് ഗൈസ്, കുറേ പേരുണ്ട്. അപ്പോൾ എല്ലാവരുടെ അടുത്തും എനിക്ക് ഡാൻസ് ഇത്രയും കൂടി സന്തോഷിപ്പിച്ച് എന്നെ ഇത്രയും ഹാപ്പി ആക്കുന്നതിനപ്പോൾ എല്ലാവരോടും ഇത്രയും എനിക്ക് പറയാനുള്ളൂ. അതുപോലെ തന്നെ ക്യുവാൻ്റെ ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ നിങ്ങൾ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ മൊത്തവും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ക്യുവാൻ്റെ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.